നമുക്കിനി പത്തോഫിസിയോളജി ഓഫ് ഹൈപ്പറെമിസിസ് ഗ്രാവിറ്റാർ. സോ എന്താണ് പത്തോഫിസിയോളജി? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഈ എറ്റിയോളജിക്കൽ റീസൺസ് കൊണ്ട് അമ്മയുടെ ബോഡിയിൽ നടക്കുന്നത്? സോ സ്റ്റാർവിംഗ് ലീഡ്സ് ടു ഫാറ്റ് ബ്രേക്ക് ഡൗൺ ആൻഡ് അക്യുമുലേഷൻ ഓഫ് കീറ്റോൺ ബോഡീസ്. സോ സ്റ്റാർവിംഗ്, അമ്മ എന്തായാലും ആഹാരം ഒന്നും കഴിക്കുന്നില്ല. സോ അത് കാരണം അമ്മയുടെ ബോഡിയിലുള്ള ഫാറ്റ് എല്ലാം ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് കീറ്റോൺ ബോഡീസ് ബോഡിയിൽ ഉണ്ടാകും. ആൻഡ് ദീസ് കീറ്റോൺ ബോഡീസ് നമുക്ക് കിഡ്നിയിൽ കൂടെ എക്സ്ക്രീറ്റ് ആയിട്ട് ഇറ്റ് വിൽ ബി പ്രസന്റ് ഇൻ ദ യൂറിൻ, സോ കീറ്റോണൂറിയ, and also in the breath. And tissue protein metabolism increases, that leads to increased blood urea nitrogen. പ്രോട്ടീൻസും എന്ത് ചെയ്യും, മെറ്റബോളിക് റേറ്റ് കൂടിയിട്ട് അത് നമ്മുടെ ബ്ലഡ് യൂറിയ നൈട്രജൻ ഒക്കെ നമ്മുടെ ലാബ് സാമ്പിൾ എടുക്കുമ്പോൾ അതിൽ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റും. ആൻഡ് ഓഫ് കോഴ്സ് ഷീ വിൽ ബി ഹൈപ്പോഗ്ലൈസീമിക്, അല്ലെ? ബ്ലഡ് ഷുഗർ കുറവായിരിക്കും. ഹൈപ്പോ പ്രോട്ടീനീമിയ, പ്രോട്ടീൻ കുറവായിരിക്കും. ആൻഡ് ഹൈപ്പോ വിറ്റമിനോസിസ്, വിറ്റമിൻസും നമ്മുടെ ബോഡിയിൽ, അമ്മയുടെ ബോഡിയിൽ കുറവായിരിക്കും. And biochemical changes, vomiting and dehydration lead to hyponatremia. നമ്മൾ വോമിറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, ഡീഹൈഡ്രേറ്റഡ് ആവും, അല്ലെ? അമ്മ ഉള്ള എല്ലാം വെള്ളവും നമ്മുടെ ബോഡിയിലെ എല്ലാം നഷ്ടപ്പെടുകയാണ്. സോ there will be hyponatremia, സോഡിയം കുറവായിരിക്കും. ഹൈപ്പോകലീമിയ, പൊട്ടാസ്യം കുറവായിരിക്കും. ആൻഡ് ഹൈപ്പോക്ലോറീമിയ, നമ്മുടെ ക്ലോറിൻ ലെവലും ബോഡിയിൽ കുറവായിരിക്കും. ആൻഡ് ഡീഹൈഡ്രേഷൻ ലീഡ്സ് ടു ഹീമോ കോൺസെൻട്രേഷൻ. നമ്മൾ നേരത്തെ പഠിച്ചു, പ്രഗ്നൻസി എന്ത് സ്റ്റേജ് ആണ് ശരിക്കും? ഹീമോ ഡൈല്യൂഷൻ ആണ്. അതായത് പ്ലാസ്മ കൂടുതലും RBC കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പൊ ഒത്തിരി വെള്ളത്തിൽ നമ്മൾ കുറച്ച് സൊല്യൂട്ട് ഡൈല്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ഫീൽ ആണ്. സോ ദാറ്റ് ഈസ് ഹീമോ ഡൈല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് കാരണം അമ്മയ്ക്ക് അനീമിയ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മളുടെ ഈ അമ്മ എന്താണ്, ഡീഹൈഡ്രേറ്റഡ് ആയതുകൊണ്ട് അമ്മയുടെ ബ്ലഡ് ഹീമോ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും, കോൺസെൻട്രേറ്റഡ് ബ്ലഡ് ആയിരിക്കും. ആൻഡ് എന്തൊക്കെയാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? അമ്മ സ്വസ്ഥമായിട്ട് ഇരിക്കുവാണോ? അല്ല. ഷീ വിൽ ബി കണ്ടിന്യൂസ്ലി വോമിറ്റിംഗ് വിത്ത് റച്ചിങ്. ഈ വോമിറ്റിംഗ് ആയിരിക്കും കൂടുതൽ സമയം. ആൻഡ് റച്ചിങ് എന്ന് പറഞ്ഞാൽ തികട്ടി തികട്ടി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. എന്ത് ഫുഡ് കഴിച്ചാലും ഷീ വിൽ ബി നോസിയേറ്റഡ് ആൻഡ് വോമിറ്റിംഗ്. ദെൻ ഓഫ് കോഴ്സ് ആൻസൈറ്റി, അല്ലെ? ഒന്നാമതേ നമ്മൾ പറഞ്ഞു, പ്രഗ്നൻസി മിക്കതും പ്രൈമിക്കാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നതെന്ന്. അപ്പോൾ പ്രൈമി ആയതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ്, എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് വരുന്നത്, എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത്, ആ ഒരു ടെൻഷൻ ഓൾറെഡി അമ്മയ്ക്കുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ശരീരത്തിന് വയ്യാതെ ഇങ്ങനെ ഒരു വയ്യാഴികയും കൂടെ വരുമ്പോൾ അമ്മ എന്തായിരിക്കും, കൂടുതൽ ആൻഷ്യസ് ആയിരിക്കും. സോ ഡെഫിനറ്റ്ലി അറ്റ് ദിസ് സ്റ്റേജിൽ അമ്മയ്ക്ക് നമ്മൾ നല്ല സപ്പോർട്ട്, അത് നമ്മുടെ പേഷ്യന്റ് ആയിക്കോട്ടെ, നമ്മുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആരാണെങ്കിലും എന്ത് ചെയ്യണം, നമ്മൾ നല്ല സപ്പോർട്ട്, സൈക്കോളജിക്കൽ ആൻഡ് ഫിസിക്കൽ സപ്പോർട്ട് നമ്മൾ ആ പേഷ്യന്റിന് കൊടുത്തിരിക്കണം. ദെൻ സങ്കൺ ഐസ് ആൻഡ് ഡ്രൈ കോട്ടഡ് ടങ്, കണ്ണൊക്കെ കുഴിഞ്ഞ് നാക്കൊക്കെ എന്തായിരിക്കും, നല്ല ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അസറ്റോൺ സ്മെൽ ഇൻ ദ ബ്രെത്ത്. ദെൻ ടക്കിക്കാർഡിയ ആൻഡ് ഹൈപ്പോടെൻഷൻ, BP കുറവായിരിക്കും, കാരണം വോമിറ്റ് ചെയ്യുമല്ലേ, BP കുറവായിരിക്കും. സോ പൾസ് റേറ്റ് വിൽ ബി ഹൈ. ദെൻ ജോണ്ടിസ് ഉണ്ടാകും, കണ്ണിനൊക്കെ മഞ്ഞ നിറവും, നമ്മുടെ ലിവർ എൻസൈംസ് ഒക്കെ കൂടുതലായിരിക്കും. ആൻഡ് വെയിറ്റ് ലോസ്, ഒന്നും കഴിക്കുന്നില്ലല്ലോ, അപ്പം എന്ത് ചെയ്യും, വെയിറ്റ് ഒക്കെ അമ്മയുടെ കുറഞ്ഞു വരും.